بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ എപ്പിസോഡിൽ മദീനയിൽ നടന്ന ഒരു മോഷണത്തെക്കുറിച്ചും ആ മോഷണം നിഷേധിച്ച് നിരപരാധി ചമയാൻ മോഷ്ടാവ് നടത്തിയ ശ്രമത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ആ നിവേദനത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി കിട്ടാതിരുന്നപ്പോൾ, തൻ്റെ കുറ്റം അള്ളാഹുവിൻ്റെ ഇടപെടൽ വഴി തെളിഞ്ഞപ്പോൾ, ഇയാൾ അതിനോടുള്ള പ്രതികാരം എന്ന നിലയിൽ, അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ അയാൾ താൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും മദീനയിലെ ബഹുദൈവാരാധകരിലേക്ക് മടങ്ങിപ്പോവുകയും മുമ്പ് താൻ ജീവിച്ചിരുന്നത് പോലെ ബഹുദൈവാരാധനയുടേതായ, വിഗ്രഹാരാധനയുടേതായ വഴിയിൽ തന്നെ തുടർന്ന് നിലനിൽക്കുകയും ചെയ്തു. ഇത് ഇയാൾ ചെയ്തത് ഞാനൊരു മുസ്ലിമായിട്ടും എന്തുകൊണ്ട് എനിക്ക് അനുകൂലമായ വിധി കിട്ടിയില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്, തന്നെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട്, തനിക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്ന വിവാദമുയർത്തിക്കൊണ്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തന്നെ നിഷേധിച്ചു, പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചു, അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്ന പതിത്വത്തിലേക്ക് അയാൾ മടങ്ങിപ്പോയി. കുറേ പാഠങ്ങളുള്ള ഒരു സംഭവമാണിത്. ഇയാൾ തീർച്ചയായും മുനാഫിക്കായിരുന്നു എന്നാണ് നിവേദകന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിനുള്ളിൽ ആന്തരികമായി വലിയൊരു മാറ്റമൊന്നും ഇതിലൊന്നും സംഭവിച്ചതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അയാൾ മുസ്ലിമായി അഭിനയിച്ചിട്ടേ ഉള്ളൂ. അയാളുടെ ഷഹാദത്ത് കലിമ പോലും അങ്ങനെ നോക്കുമ്പോൾ ആത്മാർത്ഥമായി അയാൾ പറഞ്ഞതായിരിക്കില്ല. അയാൾ ആദ്യം വിഗ്രഹാരാധകനായിരുന്നു, അല്പകാലം മുസ്ലിമായി അഭിനയിച്ച് വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ സാരമായ മാറ്റങ്ങളൊന്നും അയാളുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള വലിയൊരു പാഠം, നമ്മൾ മുസ്ലിമായി ജീവിക്കുന്ന സമയത്ത്, ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കുണ്ടായത് സത്യസന്ധമായി പറഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു പ്രയാസമല്ല, അയാൾ ചെയ്ത ഒരു കുറ്റം പിടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഒരിക്കലും ഒരു നിരപരാധി അപരാധിയായി ചിത്രീകരിക്കപ്പെട്ടതോ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടതോ ഒന്നുമല്ല. ഒരു വിധത്തിലുള്ള അനീതി അയാൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയാണെന്ന് വന്നാൽ തന്നെയും നമ്മൾ യഥാർത്ഥത്തിൽ തന്നെ ഒരു മുസ്ലിമാണ്, നമ്മൾ നല്ല വിശ്വാസിയായി ജീവിക്കുന്നു, ഇസ്ലാമികമായൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഭൗതികമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു സംവിധാനത്തിൽ നിന്ന്, ഒരു ഇസ്ലാമിക കോടതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്ന്, അങ്ങനെ എവിടെ നിന്നെങ്കിലും നമ്മൾക്ക് ശരിക്കും അനീതി എന്ന് തന്നെ പറയാവുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിക്കുക. നമ്മളുടെ ഏതെങ്കിലും അവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ വകവെച്ച് നൽകപ്പെടേണ്ട അവകാശങ്ങൾ തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെയൊക്കെ സംഭവിച്ചാലും അതിനോടുള്ള നമ്മളുടെ പ്രതികരണം നമ്മൾ അതിൻ്റെ പേരിൽ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ, നമ്മൾ അതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ, നമ്മൾ വിഗ്രഹാരാധനയിലേക്കും ബഹുദൈവാരാധനയിലേക്കും പോയിക്കൊണ്ടാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ, നമ്മളെക്കാൾ നിർഭാഗ്യവാനായി ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ നമ്മളുടെ ജീവിതത്തെ തന്നെ തുലച്ചു കളയുകയാണ്. ഈ ഇഹലോക ജീവിതത്തിലുണ്ടായ വളരെ നൈമിഷികമായ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ, ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിൻ്റെ പേരിൽ ഹിദായത്തിനെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് അതിനോട് മുഖം തിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടുകൂടി നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളുടെ ജീവിതത്തെ തന്നെ തീരാ നഷ്ടത്തിലേക്ക്, പരാജയത്തിലേക്ക് തള്ളിവിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇയാളുടെ കാര്യത്തിൽ സൂറത്തുൻ നിസായിൽ തന്നെ 116, 117 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക. ആ വചനങ്ങൾ സാധാരണയായി നമ്മൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും. പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇയാൾ ഈ
ഈ രീതിയിൽ ഇസ്ലാം ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലേക്ക് തന്നെ, ബഹുദൈവാരാധനയിലേക്ക് തന്നെ മടങ്ങിപ്പോയതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വ്യാഖ്യാതാക്കളും നിവേദകന്മാരുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ما تبين له الهدى ويتبع غير سبيل المؤمنين نضله ما تولى ونصله جهنم وساءت مصيرا. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരെങ്കിലും തനിക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ, മാത്സര്യം പ്രകടിപ്പിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മാർഗത്തെ വിട്ടുപോയാൽ, പ്രവാചകനോട് വൈരാഗ്യം പ്രകടിപ്പിച്ചാൽ, തനിക്കുണ്ടായ ദുരനുഭവം എന്ന് താൻ വിശേഷിപ്പിക്കുന്ന ഒരു പ്രശ്നത്തിലുള്ളൊരു പ്രതിഷേധം ഒരാൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് വൈരനിര്യാതന ബുദ്ധി കാണിച്ചുകൊണ്ടാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് കോപം കാണിച്ചുകൊണ്ടാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിക്ക് അവനെ പോകാൻ നാം അനുവദിക്കും. ആ വഴിക്ക് തന്നെ നാം അവനെ തെളിക്കും. ആ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒടുവിൽ ആ വഴിയിൽ അവൻ നരകത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. താൻ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്നൊക്കെ അയാൾക്ക് തോന്നും. പക്ഷെ അയാൾ സ്വന്തം നാശത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയാണ്. ആ വഴിയെ തന്നെ അയാളെ നാം തെളിക്കും. കാരണം അത്രയും വലിയ ധിക്കാരമാണ് അയാൾ ചെയ്യുന്നത്. സ്വന്തം ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം, ഏതെങ്കിലും ഒരു സന്ദർഭം, അത് ക്ഷമിക്കാൻ കഴിയാതെ അതിനുവേണ്ടി അള്ളാഹുവിനോടും പ്രവാചകനോടും മുഖം തിരിക്കുക എന്ന കടുത്ത ധിക്കാരം ചെയ്തതിൻ്റെ ഫലമായി ആ നരകത്തിലേക്കുള്ള വഴിയിൽ തന്നെ അയാളെ നാം തെളിക്കും. അവസാനം അയാൾ നരകത്തിയിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. വസാഅത് മസീറ, അത് ഏറ്റവും മോശമായ സങ്കേതമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ ഈ അനുഭവങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും വളരെ വ്യക്തിനിഷ്ഠമായ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിം സമൂഹത്തിൽ നിന്നോ, മദ്രസയിൽ നിന്നോ, പള്ളിയിൽ നിന്നോ, അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നോ, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നോ ഒക്കെ ഉണ്ടായ വളരെ വ്യക്തിപരമായ ദുരനുഭവങ്ങൾ എന്നവർ കരുതുന്ന, അനീതി എന്നവർ കരുതുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാം എന്ന് പറയുന്ന മഹാസൗഭാഗ്യത്തെ തന്നെ ഉപേക്ഷിച്ച് കളയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മാർഗദർശിയോട് തന്നെ മുഖം തിരിച്ച് കളയുന്ന, അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ തന്നെ ചവിട്ടിമെതിക്കുന്ന തരത്തിലുള്ളൊരു ദുര്യോഗം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഈ അനുഭവത്തിന് ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെക്കുറിച്ചു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും തനിക്ക് സത്യം വ്യക്തമായ ശേഷം, ഹിദായത്തിലൂടെ സഞ്ചരിച്ച ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് മാത്സര്യം പ്രകടിപ്പിച്ചാൽ അവർ പോകുന്ന വഴിക്ക് നാം തെളിക്കും. അത് നരകത്തിലേക്കുള്ള വഴിയാണ്, അവരൊരിക്കലും വിജയിക്കുകയാണ് എന്നവർ കരുതേണ്ടതില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള വചനമാണ്, നമുക്കൊക്കെ മനഃപ്പാടമുള്ള വചനമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി.
അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത്, ഷിർക്ക് ചെയ്യുക എന്നത് ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ അതല്ലാത്ത പാപങ്ങൾ, ബഹുദൈവാരാധനയല്ലാത്ത, വിഗ്രഹാരാധനയല്ലാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലാത്ത പാപങ്ങൾ, അതിനേക്കാൾ ചെറിയ പാപങ്ങൾ, ആ പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പാപമോചനത്തിന് അർത്ഥിക്കാതെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മളുടെ മറ്റു സൽക്കർമ്മങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. ശിർക്ക് ചെയ്യുന്നവർ, ബഹുദൈവാരാധന നടത്തുന്നവർ, വിഗ്രഹാരാധന നടത്തുന്നവർ, അവർ ചെറിയൊരു വഴികേടിലേക്കല്ല പോകുന്നത്. എല്ലാ തിന്മകളും വഴികേടുകളാണ്. പക്ഷേ ശിർക്ക് ചെയ്യുന്നവർ അവർ വളരെ വിദൂരമായ വഴികേടിലേക്കാണ് പോകുന്നത്. സന്മാർഗത്തിൽ നിന്ന്, യഥാർത്ഥ പാതയിൽ നിന്ന് ബഹുദൂരം വഴിപിഴച്ചു പോവുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇയാളുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാൽ ഇനി അയാൾ ഒരു മോഷണം ചെയ്തു എന്ന് തന്നെ സങ്കല്പിക്കുക. അതൊരു കുറ്റമാണ്, അതൊരു പാപമാണ്. അത് മറച്ചു വെക്കുക എന്ന് പറയുന്നത് പാപമാണ്. കോടതിയിൽ നിഷേധിക്കുക എന്ന് പറയുന്നത് വീണ്ടും പാപമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് ആ കളവിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും മഹാപാപമാണ്. ഒരു നിരപരാധിയുടെ തലയിലേക്ക് അതൊരു യഹൂദനാണെങ്കിൽ പോലും വലിച്ചിടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതിഭീകരമായ പാപങ്ങളാണ്. ഇതൊക്കെ തന്നെയും പാപങ്ങളാണ്. പക്ഷേ ആ പാപങ്ങൾ പിടിക്കപ്പെട്ട സന്ദർഭത്തിലെങ്കിലും അയാൾക്ക് ആലോചിക്കാമായിരുന്നു, അള്ളാഹു ഇത് പിടികൂടി എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ എനിക്കിത് കേൾക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, ഇത് വഹി സ്വീകരിക്കുന്ന പ്രവാചകനാണ് എന്ന് അയാൾക്ക് അപ്പോഴെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. അയാൾക്ക് പശ്ചാത്തപിക്കാമായിരുന്നു. ചെയ്തു പോയ പാപങ്ങളിൽ, തിന്മകളിൽ അള്ളാഹുവിനോട് മാപ്പിരക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമ പറയാമായിരുന്നു. ഇനി നമ്മളൊരു മുസ്ലിമാണ്, ഒരു മുനാഫിക്കൊന്നും അല്ലെങ്കിൽ പോലും നമ്മളിൽ നിന്ന് ഏത് പാപങ്ങൾ വന്നു പോയാലും ആ പാപങ്ങൾ നമുക്ക് അള്ളാഹു പുറത്തു തരും എന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഹോപ്പ്ഫുൾ ആകണം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നമ്മൾ നിരാശരാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മളൊരു വിഗ്രഹാരാധകനായി തീരാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, നമ്മൾ ബഹുദൈവാരാധനയിലേക്ക് തിരിഞ്ഞു നടക്കാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും പെയ്ഗൻ സമ്പ്രദായങ്ങളുടെ വക്താക്കളാകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹിദായത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധനാപരമായ രീതികളെ പ്രശംസിക്കാനും മാറോടണക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടാകാം. അവർ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബഹുദൈവാരാധന ഒരാൾ ചെയ്യുന്നതോടുകൂടി മറ്റു പാപങ്ങളെ പോലെയല്ല, അയാൾ ആ പാപങ്ങൾക്കുള്ള മോചനം നേടുന്നതിന് പകരം അയാളുടെ ജീവിതം തന്നെ വൃഥാവിലാക്കി കളയുന്നു. കാരണം ബഹുദൈവാരാധന, വിഗ്രഹാരാധന അള്ളാഹു ഒരിക്കലും പൊറുക്കുന്നില്ല. അതൊഴിച്ചുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അയാളുടെ ജീവിതത്തിൽ രക്ഷയുടെ വാതിലുകൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ശിർക്ക് അള്ളാഹു പൊറുക്കണമെങ്കിൽ മുശ്രിക്കായ ഒരാൾ, അയാൾ പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിനോട് ആ രീതിയിൽ ഇസ്ലാമിക ജീവിതം തുടങ്ങുമ്പോഴാണ് ബഹുദൈവാരാധന, വിഗ്രഹാരാധന പൊറുക്കപ്പെടുന്നത്. സാധാരണ നിലക്ക് പൊറുക്കപ്പെടുന്നൊരു പാപമല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചു പോയാലും, എത്ര തന്നെ നിരാശകൾ നമ്മളെ വന്ന് മൂടിയാലും, ഏതൊക്കെ തരത്തിലുള്ള ദുരനുഭവങ്ങൾ നമ്മൾക്കുണ്ടായാലും, അവിശ്വാസത്തിലേക്ക്, പ്രവാചകനെ നിഷേധിക്കുന്നതിലേക്ക്, ഖുർആനിനെ നിഷേധിക്കുന്നതിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ബഹുദൈവാരാധനയിലേക്ക്, എന്തിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണെങ്കിലും ഒരിക്കലും നമ്മൾ വീണുപോകരുത്. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനമായിരിക്കും. അള്ളാഹുവിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി അകലുകയായിരിക്കും പലപ്പോഴും അതിൻ്റെ ദുരന്ത ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പകർന്നു തന്ന ഹിദായത്തിന്റെ പ്രാധാന്യം നമ്മളെപ്പോഴും ഹൃദയത്തിൽ കുറിച്ചു വെക്കുക. അതിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والذين معه أشداء على الكفار رحماء